എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ, നീയൊക്കെ നിന്ന് തന്നത് എന്തിന്? സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയത്തുള്ളൂ, എന്തിനാണ് നിങ്ങൾ വന്ന് നിന്ന് തന്നത്? സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു സാധനമാണ് ഞാനീ പറഞ്ഞത്. കാർത്തിക പ്രദീപ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട വാർത്തകളിൽ ഏകദേശം 30 ലക്ഷം രൂപയോളം എറണാകുളത്ത് പലരിൽ നിന്ന് പറ്റിച്ചു, കോടിക്കണക്കിന് രൂപ പറ്റിച്ചെന്നാണ് പറയുന്നത്. വിദേശത്ത് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കാർത്തിക പ്രദീപൻ എന്ന പത്തനംതിട്ടക്കാരി തുടങ്ങി. കഴിഞ്ഞ 5 വർഷമായിട്ട് UK മറ്റിടത്ത് ജോലി കൊടുക്കാം, അതിന് അവിടെ രജിസ്റ്റർ ചെയ്യണം, അതിന് പണം വാങ്ങിക്കുന്നു, അത് മുഴുവൻ പറ്റിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ധാരാളം കേസുകൾ ഇവർക്കെതിരായിട്ടുണ്ട്. പത്തനംതിട്ടയിലും തൃശ്ശൂരും എറണാകുളത്തും കോഴിക്കോടും കണ്ണൂരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പിടിക്കാൻ പറ്റുന്നില്ല, ഇവൾ മുങ്ങി നടക്കുകയാണ്. പലർക്കും ഇവർ പല ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജോലിക്ക് വേണ്ടി നടക്കുന്ന മലയാളി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയുടെ ഉടമയാണ് കാർത്തിക പ്രദീപ്. ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ 13,000 വ്യൂവേഴ്സ് ഉണ്ട്. അവർ ആ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് പല കാര്യങ്ങളും ഈ വിദേശത്ത് ജോലി കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നത്. പക്ഷേ ആ കൂടെ ഇവർക്കെതിരായിട്ട് കേസ് കൊടുത്ത് ചിലർ കാപ്പാ ഗുണ്ടകളുടെ ഭീഷണി ചിലർക്ക് നേരിട്ടു. കാരണം ഇവർ കാപ്പാ ഗുണ്ടകളെ സഹായത്തിന് വിളിച്ചു, പണം ചോദിക്കുന്നവരെ ഇവർ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ വെളിയിൽ വന്നു. ആ കൂടെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത്, എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ, നീയൊക്കെ നിന്ന് തന്നത് എന്തിന്? കാരണം പത്തനംതിട്ടയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ ഇവർ പറ്റിച്ചാണ് ജീവിക്കുന്നതെന്നാണ് അവരുടെ കൂടെ പഠിച്ചവർ പലരും പറയുന്നത്. വിദേശത്ത് MBBS പാസ്സായെന്ന് പറയുന്നു. ആ MBBS പാസ്സായെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഇന്ത്യയിൽ 2 വർഷം ചെയ്യണം. അത് പാസ്സായെങ്കിൽ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ ഒക്കുള്ളൂ. വിദേശത്ത് വേണമെങ്കിൽ ചിലപ്പം ചില ഹോസ്പിറ്റലുകൾ റഷ്യയുടെയും ചൈനയുടെയും അല്ലെങ്കിൽ പോളണ്ടിൻ്റെയും അവിടെയുള്ള ചില രാജ്യങ്ങളുടെ MBBS സ്വീകരിക്കും. പക്ഷേ ഇന്ത്യയിലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന MBBS പാസ്സായി വരുന്ന കുട്ടികൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് തീർച്ചയായിട്ടും മാൻഡേറ്ററി ആണ്. അല്ലെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ കുട്ടി വിദേശത്ത് പോയി പഠിച്ചിട്ട് നിവൃത്തിയില്ലാതെ എവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാതെ അങ്ങനെ നടന്നപ്പം വരുമാന മാർഗമൊന്നുമില്ല. അവരെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവരും പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ IPC 420 ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ. അല്ലെങ്കിൽ BNS-ലെ 318 പ്രകാരം 7 വർഷം വരെ തടവ് ഉണ്ടെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം ഇത് കൃത്യമായി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വാക്കുകൾ ആ കേസ് നടത്തുന്ന കോടതിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഇത് ഇവരുടെ ശബ്ദമാണ്, സൗണ്ടാണ് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ 7 വർഷം തടവ് ഉറപ്പാണ്. ഒരു കേസിനാണ് 7 വർഷം തടവ്. പല ജില്ലകളിലും കേസുണ്ട്, ധാരാളം കേസുകൾ ഇവരുടെ പേരിൽ വരും. അവരെ ഇപ്പം എറണാകുളം കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SHO അനീഷ് ജോൺ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ റിമാൻഡിലാണ്. ധാരാളം കേസുകൾ ഇവർക്ക് പേരിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിവരക്കേട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറ്റിച്ചാണ് ജീവിക്കുന്നത്, എനിക്ക് അതേ അറിയത്തുള്ളൂ, നിങ്ങളൊക്കെ എന്തിനാണ് വന്ന് പണം തരാൻ പോയത്? പക്ഷെ പണം വാങ്ങിക്കുന്ന ഒരാളെ പറ്റിച്ചിട്ടാണെന്നുള്ള കാര്യം ആ കുട്ടി മറന്നു പോകുന്നു. കാരണം പണം അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നും അറിയത്തില്ല. കാരണം എറണാകുളത്ത് മാത്രം പോലീസിൻ്റെ കണക്കനുസരിച്ച് 30 ലക്ഷത്തോളം രൂപ പലരിൽ നിന്ന് പറ്റിച്ചിട്ടുണ്ട്. തൃശ്ശൂരുകാരി ഒരു പെൺകുട്ടിയുടെ 5.5 ലക്ഷം രൂപ പറ്റിച്ചതിനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. അതുകൂടാതെ പല പരാതിക്കകത്ത് എറണാകുളത്ത് മാത്രം 30 ലക്ഷം വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പറ്റിപ്പാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത്. വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും അവർ കേരളം മുഴുവൻ പറന്ന് നടക്കുകയാണ്. കാരണം വലിയവരുടെ പണത്തിൻ്റെ പുറത്താണല്ലോ ജീവിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തട്ടിപ്പ് തുടങ്ങിയ കുട്ടിക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം അധ്വാനിച്ച് ജീവിക്കാൻ മലയാളിക്ക് പൊതുവേ അറിയില്ല. പിരിവാണ് മലയാളിയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം. പറ്റിച്ച് ജീവിക്കാനേ മലയാളിക്ക് അറിയുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രോഡ് മലയാളികൾ തന്നെയാണ് എന്ന് യാതൊരു സംശയമില്ല. ഞാനത് പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പല രീതിയിൽ പല തട്ടിപ്പ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടാണ് അവർക്ക് പണം ലഭിക്കുന്നത്. കാരണം നമ്മൾ വിദേശത്ത് പല റിക്രൂട്ട്മെൻറ്റ് പോയിട്ട് ചതിവിൽ പോയിട്ട്
റഷ്യയിലെ അവിടുത്തെ ഉക്രൈനെതിരായിട്ട് യുദ്ധത്തിന് വരെ ആളെ അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് റഷ്യയിലാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവർക്ക് തോക്കും കൊടുത്ത് പലരും മരിക്കുകയും ചെയ്തു, പലരും പരിക്കേറ്റിട്ടുണ്ട്, പലരും തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. മലയാളി പണ്ട് മുതലേ അങ്ങനെയാണ്. വിദേശത്ത് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം, നാടിനോട് കൂറുണ്ടെങ്കിലും ഇവിടെ വിട്ടുപോകും. പല രാജ്യങ്ങളിലും മലയാളി എത്തപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് ചെന്നാലും, ആഫ്രിക്കയിലായാലും ശരി, തെക്കേ അമേരിക്കയിലും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഐസ്ലാൻഡ് ഭാഗത്തോ അല്ലെങ്കിൽ റഷ്യയിൽ എവിടെ ചെന്നാലും മലയാളികൾ ഒരാളെങ്കിലും ഉണ്ടാവും. കാരണം അത് മലയാളിയുടെ പണ്ട് മുതലുള്ളൊരു മോഹമാണ്. വിദേശികൾ, അറബികൾ പണ്ട് മുതലേ അറിയാം, BC മുതലേ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അന്നും മലയാളിയുടെ ബ്ലഡിനകത്ത് കയറിയതാണ്. നമുക്ക് വിദേശികളുമായിട്ടുള്ള ബന്ധം കാരണം അങ്ങോട്ട് പോകും. അവിടെ ഈസി ആയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കുറച്ചൊക്കെ പറ്റിച്ചുമൊക്കെ ജീവിക്കാൻ പണം വരും. ഇതാണ് മലയാളിയുടെ പൊതു സ്വഭാവം. അത് തന്നെയാണ് ഈ കാർത്തിക എന്ന ഈ പെൺകുട്ടി കാണിച്ചതെന്ന് ഞാൻ കരുതുന്നത്.